വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാധ്യ ആൻഡ് മൈ സബ്സ്ക്രൈബറും കൂടിയാണ്. അങ്ങനെ ഓക്കെ, അപ്പം നമ്മളിന്ന് എവളെ മേക്കപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് എവളെ ഈ കോലത്തിൽ തന്നെ അവളെ ഒരിക്കൽ കോലത്തിൽ തന്നെ ഞാൻ എവളെ അങ്ങോട്ട് മേക്കപ്പ് ചെയ്യും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ടോണറാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഏതാണ് ടോണർ? നമ്മുടെ പ്ലമ്മിൻ്റെ 3% യാസിനമൈഡ് ടോണർ. എല്ലാവർക്കും ഇതറിയാം. ഞാൻ എൻ്റെ ചാനലിൽ നേരത്തെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള സ്കിൻ കെയറിനകത്തൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള സാധനമാണ് കേട്ടോ ഇത്. മെയിനായിട്ട് എൻ്റെ സ്കിൻ വെച്ചാൽ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടിക്ക് പേടിയില്ല. അത് ലോക്ക് അടിക്കാം. പോയി നമ്മൾക്ക് ലോക്ക് കഴിക്കാം. എവിടൊക്കെ അടി അടിക്കുന്നേ? നോക്ക്. അപ്പം നമ്മൾ അടിച്ചിട്ടുണ്ട്. ബ്ലെൻഡ് ആക്കിക്കോ. അത് കഴിഞ്ഞ് ആള് ബ്ലെൻഡ് ആക്കി. ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്ന എൻ്റെ ടാബിലാണ്. സത്യം പറയാലോ, ഫോൺ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ വന്നത്. മെയിൻലി സാറ് ഞാൻ അപ്ലൈ ചെയ്യും. ഫൗണ്ടേഷനും ഐ മേക്കപ്പും കോമ്പാക്റ്റ് ഒക്കെ ഇടുന്ന ഇവളായിരിക്കും. കാരണം ഇതൊക്കെ ശീലമുണ്ട്. ബ്ലെൻഡിങ് മാത്രമേ ഞാനുള്ളൂ കേട്ടോ. പിന്നെ എനിക്ക് ബ്ലെൻഡ് ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് മാത്രം. എടി ആ പമ്പ് വെച്ചിട്ട് പമ്പ് ചെയ്താൽ മതി. പമ്പ് ചെയ്യുമ്പോൾ വരും. അതിന് അത് വെച്ചുമ്പോൾ പമ്പ് ചെയ്യണം ഇങ്ങനെ. ലെഗ് പമ്പ്. ഓക്കെ, മതി. അപ്പം നമ്മളിങ്ങനെ പമ്പ് ചെയ്തോണ്ടിരിക്കുക. ഇത് നമ്മുടെ ഡേം ടോപ്പിൻ്റെ 10% നിയാസിനമൈഡാണ് സ്കിൻ ബ്രൈറ്റ് ആക്കാൻ. വലിയ ഗ്ലോയി സ്കിൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. പെണ്ണായിട്ട് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ട് പ്ലമ്മിൻ്റെ നമ്മുടെ ഒരു ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. ക്ലീനിങ് സ്കിന്ന് കുറച്ചുകൂടി ബ്രൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ എന്ന് പറഞ്ഞൊരു ഐറ്റത്തിൻ്റെ ആണ്. നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി മിക്സ് ആക്കിക്കോ. ബ്ലെൻഡ് ആക്കിക്കോ. എന്തൊക്കെയാ പറയുന്നത്? വട്ടാണ് ഗൈസ്, നിങ്ങളൊന്നും വിചാരിക്കണ്ട. അത് കഴിഞ്ഞ് സൺസ്ക്രീൻ അല്ല, മോയ്സ്ചറൈസർ. ഇതൊക്കെ ഒരു കുന്തം അറിയത്തില്ല ഗൈസ്. ഇപ്പൊ സൺസ്ക്രീൻ ആയിട്ടോണ്ട് വന്നി. അത് തിരിഞ്ഞു വരാം. മോയ്സ്ചറൈസർ കണ്ടില്ല. പോൺസിന്റെ നമ്മുടെ എല്ലാവരുടെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ പോൺസിന്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ആണ്. സോ ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ ഇത്. അതും ഇതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബ്ലെൻഡ് ആക്കിക്കോ. അത് കഴിഞ്ഞ് ഇവളിട്ട് ഒന്ന് ബ്ലെൻഡ് ആക്കിക്കോട്ടെ. നെറ്റിയില് നിന്നെ അച്ചാച്ചിയും അമ്മച്ചിയും വിളിക്കുന്നു. ഇല്ല, എന്നെ വിളിക്കുന്നില്ല. നിന്നെ വിളിച്ച. ഇല്ല, നിന്നെ. നമ്മളിവിടെ ഇടയ്ക്ക് അടി കൂടും, തല്ലിയിടും, മുടിയെ പിടിച്ച് വലിക്കും. അതൊരു കാര്യമില്ല. അത് കൂട്ടെ എൻ്റെ അമ്മ, ഞാനിത് എല്ലാ സാധനങ്ങളും ഞാൻ തന്നെ കൊണ്ടുവന്ന് ഞാൻ തന്നെ ചെയ്യുന്നതാണ്. കുറച്ച് സാധനങ്ങളൊക്കെ എവിടെയുണ്ടേ കേട്ടോ. ഇനി സൺസ്ക്രീൻ. അതും ലാക്മി 925 എക്സ്പ്രസ് കോംബോ ഡ്രൈ സ്കിൻ ആൻഡ് കോംബോ സ്കിൻ പറ്റിയൊരു സൺസ്ക്രീൻ കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇത് ജെല്ലാണ് കേട്ടോ, നമ്മുടെ നോർമൽ ക്രീം അല്ല. ശിവാനിക്കുണ്ടടി. ഞാൻ അവൾക്ക് ഇങ്ങനെ ഡോട്ട് ഇങ്ങനെ ആയിട്ട് ഇട്ട് കൊടുക്കുന്ന. എനിക്ക് ഇങ്ങനെ ഇടുന്ന ഭയങ്കര ഇഷ്ടം. ശിവാനി എനിക്ക് ഇട്ട് തരുന്ന ഇങ്ങനെ കയ്യിലിങ്ങനെ ബ്ലെൻഡ് ആക്കി അങ്ങ് ഇട്ട് തരും. ഇനി നമുക്ക് മിക്സ് ആക്കിക്കോ. ഫൗണ്ടേഷൻ എങ്ങനെ ആക്കണം? അതോ മുഖത്ത് വെച്ചിട്ട് വെച്ചിട്ട് ഇത് വെച്ചേക്കാം. ഇത്ര മതിയോ? നമുക്ക്
ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. അതും നമ്മുടെ ഡാസന്റെ ഫൗണ്ടേഷൻ. ഓവർ മേക്കപ്പ് ആവുമോന്ന് ഞങ്ങൾക്കറിയില്ല, നമുക്ക് നോക്കാം. ഇവളിങ്ങനെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു ഓവർ മേക്കപ്പ് ആയിട്ട്. നമ്മൾ നേരത്തെ ഒരു വീഡിയോക്ക് എത്തിന്റെ ഫ്രണ്ട്സ് എല്ലാരും പറഞ്ഞു അതൊരു ഓവർ മേക്കപ്പ് ആയിപ്പോയി. എന്ത് പടി. അപ്പം നമുക്ക് ഈ ഓവർ മേക്കപ്പ് ആവുമോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, നോക്കാം. അങ്ങനെ ബ്ലെൻഡാക്കി എന്ത് പഠിക്കുമോ വെച്ച് കോക്കറിയാണിത്. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. അടങ്ങിയിരിക്കണേ. ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. എനിക്കാണ് അപ്പം ഗീവ് അവേ അടിച്ചിട്ടുണ്ട്, എന്നിട്ട് ഇതുവരെയായിട്ടും ഗീവ് അവേ പോലും തന്നിട്ടില്ല. ഗീവ് അവേ വിന്നേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാള് ആരാധ്യയാണ്, ഇനി ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ. അപ്പം എന്താ പറയടേ, ഗീവ് അവേ വിന്നറിൽ ഒരാൾ ആരാധ്യ കേട്ടോ. അത് ഞാൻ ഇപ്പോഴേ പറയാം, കാരണം അവൾക്ക് കഴിഞ്ഞ പ്രാവശ്യവും ഗീവ് അവേ കിട്ടിയില്ല. അപ്പം ഞാൻ ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്തു. അപ്പൊ അവള് ചെയ്തപ്പോ ഞാൻ കഴിഞ്ഞ 2-3 മാസത്തിന് മുമ്പ് പോസ്റ്റ് ഇട്ടായിരുന്നു. അപ്പൊ പോസ്റ്റ് ഇപ്പൊ ഒരു ലൈക്ക് ഷെയർ എല്ലാം ചെയ്തു. അതിന് നമ്മുടെ പോസ്റ്റ് ചെയ്യാത്ത ലൈക്ക് ഷെയറും കമന്റും ഒക്കെ ചെയ്തപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്നാൽ ഇപ്രാവശ്യം നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതുകൊട്ടെ ഈ വീഡിയോ ഇടുന്നതിന്റെ താഴെ ഗീവ് അവയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടവർ ഇത് ചെയ്താൽ മതി. അപ്പൊ അവര് ഞാൻ സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അറിയില്ല, നമുക്ക് നോക്കാം. ഞങ്ങൾ നോക്കിയാണ്, അറിയത്തില്ല ഞങ്ങൾക്ക് ഓവറാവോ ഓവറാകത്തില്ലോ ഒന്നും അറിയില്ല. അവളപ്പോൾ കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. ഓവറായോ കുറച്ചുകൂടെ കൂടി ബ്ലെൻഡ് ചെയ്യാം. കറക്റ്റാണ്. വേറെ ആ പർപ്പിൾ കളറുള്ള ഇതിങ്ങി എടുത്തേ ബ്ലെൻഡർ. അപ്പോൾ ഇവിടെ സ്കൂളിലൊക്കെ വരുമ്പോൾ നല്ല മേക്കപ്പിലാണോ വരുന്നത്? ഒരു ദിവസം വന്നപ്പം ഫൗണ്ടേഷൻ എല്ലാം അവിടെ ഇവിടെ ആയിട്ടിരിപ്പുണ്ടായിരുന്നു. അത് ചോദിക്കുകയും ചെയ്തു. അത് എക്സാം ടൈമിൽ ഫൈനൽ എക്സാമിൻ്റെ അന്നായത്. ഫസ്റ്റ് എക്സാം ഫൈനൽ എക്സാമിൻ്റെ അന്ന് കാണണമായിരുന്നു നിങ്ങളെ. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തത് അത് ഡിലീറ്റ് ആയിപ്പോയി. പക്ഷെ അപ്ഡേഷൻ ചെയ്തപ്പോൾ അതെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. ഇടാന്ന് വിചാരിച്ചു ഇവിടെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ തേച്ചിട്ട് കൊടുത്തു. ഞാൻ ബ്ലെൻഡർ ഇടും, ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യട്ടെ കണ്ണാടി നോക്കിയിട്ട്. അത് കഴിഞ്ഞ് അവള് ബ്ലെൻഡ് ആക്കിയാണ് തനിയെ. അയ്യോ കണ്ട തനിയെ ബ്ലെൻഡ് ആക്കാണ്. ആയോ മൂക്കിൻ്റെ സൈഡ് എനിക്ക് ഭയങ്കര പെയിന്. മൂക്കിൽ ഇങ്ങനെ ആക്കുന്നു. പണ്ട് എൻ്റെ ഒരു മാമനുണ്ട് ഗൈസ്. എനിക്ക് ആ മാമൻ മൂക്കി കടിച്ചതിന് ശേഷം എവിടെ തൊട്ടാലും മൂക്കി പണ്ട് എനിക്കൊരു മാമനുണ്ട് ഗൈസ്, അമ്മജേശി മാമൻ. ആ മാമൻ എൻ്റെ എപ്പോൾ നോക്കിയാലും എൻ്റെ മൂക്കി കടിക്കും. കോമ്പാക്ട് മെയിൻ ആയിട്ടാണ് നമ്മുടെ കോമ്പാക്ട്. അതില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബ്രഷ് എടുത്തു ഇടുക. കൂടിപ്പോയി ഗൈസ്, കൂടിപ്പോയി. നോക്ക് ഒരു സൈഡിൽ അതങ്ങ് ആയിപ്പോയി. സാധാരണ ഞങ്ങളൊക്കെ ഇങ്ങനെ കൊടയും, പക്ഷെ ഞാൻ മറന്നുപോയത്. അത് ഓവർ കൊടയിലായിപ്പോയി. അതാ കൊടയിൽ തോനെയായിപ്പോയി. ആൻഷിയപ്പം എടുത്തു തരാം. നോക്ക് അപ്പോൾ നമുക്ക് ആൻഷിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ലുക്കിൽ തന്നെ ആയിരിക്കും ഞാൻ ആരാധ്യ ഒരുക്കുന്നത്. ആരാധ്യക്ക് കുറച്ചും കൂടി എക്സ്ട്രാ ബ്രൈറ്റനിങ് കുറച്ചും കൂടി കോംബോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെക്കാട്ടിലും കുറച്ചും കൂടി കുറച്ചിട്ട് കുറച്ച് ഐ മേക്കപ്പ് കുറച്ച് കൂട്ടിയിട്ട് അതൊക്കെ കാണണം. എനിക്കൊരു സ്പെഷ്യൽ ഐ മേക്കപ്പ് ഉണ്ട് ഗൈസ്. നിങ്ങൾ എൻ്റെ വീഡിയോയുടെ നേരത്തെ ഒരു ചാനലുണ്ട്, അതിനകത്ത് ഇപ്പോൾ ചാനലില്ല, പക്ഷെ ആ ചാനലിനകത്ത് ഒരു ഐ മേക്കപ്പ് വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ബ്ലെൻഡ് ആക്കട്ടെ. ബ്ലെൻഡാക്കി ഒരു ഭ്രാന്തിയാക്കാം. ഭ്രാന്തി. അപ്പം നമ്മൾ ബ്ലെൻഡാക്കി അത് കഴിഞ്ഞ് നമുക്ക് എന്താ ഇടാം? ഐ ഷാഡോ. അതടച്ചു ചെയ്യടി ആരാധി. അപ്പം എൻ്റെ ഐ ഷാഡോ ഫസ്റ്റ് ഇടാം. ഇത് ഗ്ലിറ്ററില്ലേ? ഗ്ലിറ്റർ ആണ്. ഏതെടുക്കണം? ഇതെടുത്തപ്പോഴേ അത് കൺസീലർ ബ്ലെൻഡർ. അപ്പം നമുക്ക് എൻ്റെ മേക്കപ്പ് സെറ്റിങ്
നമുക്ക് എടുക്കാം. ഇത് ഇത് അല്ലേ? അപ്പം ഏത് കളർ വേണം? സെലക്ട് ദിസ് കളർ. ഓ ഇത് ഫൗണ്ടേഷനാ. ഫൗണ്ടേഷൻ അല്ല, ബ്ലഷ് ആണിത്. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ലഞ്ചിന് മുമ്പ് ഇതെല്ലാം അൺറെഡി വിത്ത് മീ എടുക്കണം ഗൈസ്. അല്ല, അൺറെഡി വിത്ത് മീ ഞങ്ങൾ ലഞ്ച് കഴിഞ്ഞ് എടുക്കാം അല്ലേ? കുറച്ച് കഴിയുന്നത് കൂടി വേണം. അരി കാണുമ്പോൾ നിന്റെ കാണുമ്പോൾ പരിപാടി. ഗൈസ്, അപ്പം ഞങ്ങൾ മേക്കപ്പ് ചെയ്ത് കൊള്ളാവോ കൊള്ളത്തില്ലെന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എവിടെ വാലെഴുതായി? ഞാൻ ഇവർക്ക് വാലിട്ട് എടുക്കത്തില്ല. എനിക്ക് വാലിടാൻ അറിയത്തില്ല. എനിക്ക് വാലിടാൻ നല്ലപോലെ അറിയാം. അതുകൊണ്ട് ഇവള് വാലിട്ട മേക്കപ്പ് ചെയ്യും, ഞാൻ ഇവക്ക് വാലിടാത്ത മേക്കപ്പ്. ഞാൻ കണ്ണിൻ്റെ അടി എഴുതി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് വേണ്ട, എനിക്ക് എഴുതിയാൽ കൊള്ളത്തില്ല. കാരണം ഞാൻ ഡാൻസിന് ഒരുങ്ങിയപ്പോഴും കൊള്ളത്തില്ല. അപ്പം നമുക്ക് ഇനി ഐഷാഡോ കാരണം ഞാൻ ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ട് ഇടാവേ. നമ്മൾ എടുക്കുന്ന ഡാൻസിന് ഉപയോഗിക്കുമ്പോഴത്തേക്കും കണ്ണിൻ്റെ താഴെ ഇങ്ങനെ എഴുതുന്നത് കൊള്ളത്തില്ല. ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യമാണ്, കൊള്ളത്തില്ല. ഐശ്വര്യത്തെ എനിക്ക് കൊള്ളത്തില്ല. ഇവക്ക് 4 ലെയർ ഓഫ് ഐ ഷാഡോസ് ആണ്. ഒരു കളർ വേറെ, ഒരു കളർ അതിൻ്റെ പുറത്ത് വേറൊരു കളർ. ഏത് കളർ അടിപ്പെടുത്ത ഞാൻ അത് മറന്നു. 2 കളർ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ണിൻ്റെ മൂലയ്ക്ക് ഒരു എടുത്തെറിയുന്ന ഒരു കളർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി വേറൊരു ഇപ്പുറത്തെ കണ്ണിൽ ഇപ്പം ഇട്ട് കൊടുത്തു. ഇനി മണ്ടയ്ക്കൊട്ടൊന്നും ആയില്ല. നോക്കാം, അതിൻ്റെ ഇടയിൽ കൂടി മേക്കപ്പ് സെറ്റിലെ കണ്ണാടിക്കകത്ത് നോക്കാൻ പറ്റും. ഇപ്പോൾ സെറ്റായി. ഇനി ഇവിടെയും കൂടി ഓക്കെ സെറ്റായിരിക്കുന്നു. പിന്നെ ഇവിടെ ഐബ്രോസിനുണ്ടല്ലോ, ഇവിടെ ഐബ്രോസ് ആണെങ്കിൽ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട്. അതായത് അത് നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് വേണം, നമുക്കത് ഷേപ്പ് ചെയ്യാം. എൻ്റെ അകത്ത് ഒരു തെറ്റുകുറ്റങ്ങളും ഇല്ല. ഇവളുടെ അകത്ത് കാർഡ് ബോർഡിലിരിക്കുകയാണ്. നമുക്ക് കണ്ണെഴുതാം. 1 മിനിറ്റ് ഞാൻ ഒരു സാധനം എടുത്തോണ്ട് വരാവേ. അവിടെ കുറെ സാമഗ്രികളുണ്ട്, കുറേ സാമഗ്രികളുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ലിപ്പ് റെഡിയാക്കാം. ലിപ്പ് റെഡിയാക്കണ്ട, ഞാൻ വന്ന്. അപ്പൊ നമുക്ക് എന്താ അടുപ്പ് ഫയൽ വെച്ച് കണ്ണെഴുതാം. അല്ല, ഹിമാലയയുടെ ഒരു കാജല് ഞാൻ എടുത്തിട്ടുണ്ട്. അത് വെച്ച് ഇവക്ക് കണ്ണിന്റെ താഴെ എഴുതി കൊടുക്കാം. അങ്ങനെയല്ല, കണ്ണിന്റെ ഈ ഒരു ഭാഗമില്ലേ ഇവിടെ, അവിടെ ഇട്ട് കൊടുക്കാവേ. നമുക്ക് ഇതാ തുറന്നു. പേടിക്കണ്ടാവും. കണ്ണാടി സെറ്റാക്കാം. കണ്ണാടി സാധനം എല്ലാം പൊട്ടി ഞാൻ തന്നെ പൊട്ടി. അപ്പം ഇതാണ്ട് വന്നതാ. ഒരു കൊട്ട ബാഗിനകത്ത് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ബ്ലെൻഡ് ആക്കുന്നു. ഏരിയ അത് കഴിഞ്ഞ് നമുക്ക് ഞാൻ എപ്പോഴും അങ്ങനെ കണ്ണി എഴുതി കൊടുക്കാം. പൊട്ടെടുത്തില്ല ഞാൻ. പൊട്ട പൊട്ടിൻ്റെ കയ്യിലുണ്ട്. ഏത് പൊട്ട്? ബ്ലാക്ക് പൊട്ട്. അപ്പം നമ്മൾ റെഡിയാക്കാൻ പോകണം. ഫസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങാം. നോക്കി ആൻഷി, കണ്ണെഴുതി ഇത് അറിയുന്നതേ ഇല്ല കേട്ടോ. കറക്റ്റ്. അത് എടുക്കുക. അതേ കൂടെ തന്നെ ഇപ്പുറത്തെ വശം. അല്ല, ഇനി അത് വലുതാക്കണം. ഉച്ച കഴിയുമ്പോൾ നിങ്ങളുടെ അച്ഛനോട് ചോദിക്കാം, നമ്മളെ ഉസ്രിക്കാട് അവിടെ വരാൻ കൊള്ളാവോ? കണ്ണറിഞ്ഞേ സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ അച്ഛനറിയാം. നീ കണ്ണാടി താത്തേ. അപ്പം നമുക്ക് ചോദിക്കാം, അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാവേ. അറിയത്തില്ല അച്ഛൻ അറിയാവോ? കറണ്ട് വന്നേ. എന്നിട്ട് ഇൻവെർട്ടർ ഈ കരയുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്.
ഇതെന്തോ വാലില്ല, ഒരു വശത്ത് വാലുണ്ട്. ഇത് നോക്കട്ടെ. ഒരു വശത്ത് വാലുണ്ട്, ഒരു വശത്ത് വാലില്ല, അങ്ങനെയൊക്കെ. അപ്പൊ ഇനി നമുക്ക് വാല് നല്ലപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ആ വാലൊക്കെ വരച്ച് സെറ്റാക്കി. നോക്കൂ ഗൈസ്, നോക്ക് നോക്ക്, ഇങ്ങോട്ട് വന്ന് നോക്ക്. ഇനി കണ്ണിന്റെ ഇവിടെ മൂലയ്ക്ക് നമുക്ക് എഴുതാണ്ടടി, മൂലയ്ക്ക് എഴുതിയ കൊള്ളത്തില്ല, മൂലയ്ക്ക് എഴുതിയ കൊള്ളത്തില്ല. എഴുതുന്നില്ല. ഓക്കെ, നമുക്ക് ലിപ്പ് ശരിയാക്കാം. ലിപ്പ് ശരിയാക്കുന്നതിന് മുമ്പ് മസ്കാര ഉണ്ടടി. മസ്കാര എന്തേടി? മസ്കാര ഒരു മസ്കാര ഇത്തിരി ഇട്ടാ മതി. വേണ്ട മസ്കാര. അതായത് ഈ ഒരു ബ്രഷ് അതിലോട്ട് ഇട്, എന്നിട്ട് എടുക്ക്. അവിടെ ഒരു ഓവർ ആവോടിയല്ലേ? അല്ല, അത് വലുതാ, അത് ബ്ലൂ ആവുന്നാമത്. അത് സാരമില്ല, ബ്ലൂ തേച്ചാ പോരെ. അപ്പൊ നമുക്ക് ബ്ലാക്ക്, അല്ല ഇത് അതോ നമ്മൾ ബ്ലൂ, അതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് തന്നെ എടുക്കാം, കുറയ്ക്കാം. നോക്ക് നോക്ക്, ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നും കൂടി. അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിപ്പൊട്ടുണ്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയാ. ഇതിനകത്തൊന്നുമില്ല. ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക്ക് നോക്കാവേ. പൊട്ട് അതായത് പൊട്ടുണ്ട്. ഈ ഒരു പൊട്ടാണ്, കുഞ്ഞു കുഞ്ഞു പൊട്ട്. എനിക്കിതാകെ ഇഷ്ടം, ഞാൻ പറഞ്ഞ ആ പൊട്ട് കൊണ്ടത്. ഇല്ല, അവള് വല്ല കുത്തും കൂടിയവയും പുട്ടപ്പുഴയും എല്ലാം എഴുതി തരും. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം പൊട്ടെടുക്കും. ഞാൻ കുത്തിയിട്ട് എടുത്തോളം ഇടുവാണെങ്കിലും അതാണ് ഇഷ്ടം. പക്ഷെ ഇത് അയ്യോ, അൺറെഡി വിത്ത് മീ ആയിരുന്നു, ഗെറ്റ് റെഡി വിത്ത് മീ ആയതുകൊണ്ട്. എടി, നിന്റെ ഐഷാടെ തൂത്ത് പറക്കി വാരി വെച്ചാണല്ലോ. സാരില്ല. ഇനി ഇല്ലില്ല. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് താഴെല്ലാം പോയി താഴെ സെറ്റിംഗ് സ്പ്രേ അടിക്കണ്ടടി. ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്. ലിപ് ലൈനർ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഇടുന്നത്. നിനക്ക് ഇത് അടിച്ചു തരും ഞാൻ. അത് നിനക്ക് നല്ല രസമായിരിക്കും. അപ്പം അമ്മയെ കൊണ്ട് കാണിക്കണേ. നിന്നെ കാണിച്ചിട്ട് എന്നെ കാണിച്ചു ഇല്ല, നീ മേക്കപ്പ് ചെയ്ത് നിൽക്കുന്ന ആർക്കും കാണാൻ പറ്റും. കുറെ നാൾ ആശിച്ചാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നത് അല്ലേ. അപ്പം ഇന്നലെ രാത്രിയിൽ അച്ഛന് ജോലിയില്ലെന്ന് അറിഞ്ഞപ്പോൾ പോലെ ഞാൻ വിളിക്കണം. അപ്പം എന്തുവാണ് ഇത്, മുടിയൊക്കെ കയറിയിരുന്നു. വിളിച്ചു. ലാസ്റ്റ് ഞാൻ ഫസ്റ്റ് വിചാരിച്ച സൈക്കിളിലൊക്കെ പോകണമെന്നാ. മഴ പെയ്യുന്നോണ്ടും റോഡ് കിടക്കുന്നോണ്ട് ആന്റി പറഞ്ഞു സൈക്കിളിന് ആരാണെന്ന് പറഞ്ഞ അമ്മ പറഞ്ഞു. സങ്കടമായിപ്പോയി. സങ്കടം. എനിക്ക് സങ്കടമില്ല. അല്ല, നിനക്ക് അത്രയും ദൂരം ചവിട്ടി ക്ഷീണിച്ച് വരണ്ടേ. എടി, അങ്ങോട്ട് പോകുമ്പോഴേ കൊണ്ടുവിടത്തില്ലേ. അപ്പം നിന്റെ വീടിന്റെ വഴിയില്ലേ, മെയിൻ വഴി, അതിന് പറഞ്ഞ ഫൗണ്ടേഷൻ അങ്ങാണ്ട്. ഇതാണ് എന്റെ ലുക്കായില്ല. ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ഇടണ്ടടി. വേണ്ട, നീ ലിപ്സ്റ്റിക് ഇട്ടണ്ട. ഫുഡ് കഴിക്കുമ്പോ ലിപ്സ്റ്റിക് കഴുകും. അപ്പൊ നമ്മള് ഈ ഷെയ്ഡ് ലിപ്സ്റ്റിക് ആണ് അവൾക്ക് ഇട്ട് കൊടുക്കാൻ നോക്കുന്നത്. ഓവറായില്ല. ലിപ്സ് ഓവറായി. നിങ്ങൾ ക്യാമറയിൽ കാണുമ്പം ഞാൻ ഫിഗർ ഒക്കെ ഇട്ടുകൊണ്ടാണ് നല്ലതായിട്ടിരിക്കണം. ഇനി നോക്ക്, ഇനി സെറ്റിംഗ് സ്പ്രേ അടിക്കരുത്. എനിക്ക് അടിച്ചാ ശ്വാസം മുട്ടലുണ്ട്. ഇനി ഹെയറും കൂടി സെറ്റ് ആക്കാം നമുക്ക്. വന്നിരിക്കും മനുഷ്യ ആൻഡ് മൈ കോ അടിച്ചെന്നാലും എന്റെ ചീപ്പ് കാണാം എന്റെ കൂടെ. ഈ ഒരു ക്ലിപ്പ് യൂസ് ചെയ്ത് മാത്രമേ ഹെയർ സ്റ്റൈൽ ചെയ്യാം. എന്റെ ഞാൻ താജ്മഹൽ പണിയിട്ട് മിനി ക്ലിപ്പ് യൂസ് ചെയ്യാവുന്ന. പിന്നെ നമ്മൾ പറയാൻ വന്നത്, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അല്ലാണ്ട് ഒരു മേക്കപ്പ് ഒന്നും ഇല്ലാതെ നമ്മളൊരു ഹെയർ സ്റ്റൈൽ വീഡിയോ ഇടും അല്ലേ.
എന്നുവെച്ചാൽ നമ്മള് ലഞ്ചൊക്കെ കഴിച്ച് കുറച്ച് കഴിയുമ്പോ നമ്മള് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ ഈ ഇടയ്ക്ക് മുടി കൊണ്ട് വെട്ടി കൊള്ളാമോ ഇഷ്ടപ്പെട്ടു. വെട്ടിയില്ല ഗൈസ്, ഞാൻ അങ്ങനെ തന്നെ വെച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ വെട്ടിയത്, കള്ളം പറഞ്ഞു ഗൈസ്, ഞാൻ വെട്ടിയതൊന്നുമില്ല, ഇത് എന്റെ മുടി തന്നെയാണ്. ഞാൻ വെട്ടിയിട്ട് പോലില്ല, ഞാൻ വെട്ടിയിട്ട് പോലും ഇല്ല. അപ്പൊ നമുക്ക് സെറ്റാക്കി എടുക്കാം. എനിക്കപ്പോൾ പെട്ടെന്ന് ഇവളുടെ തല ചെയ്യാൻ തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഇതിന്റെ രണ്ട് സൈഡും ഇങ്ങനെ വകുപ്പെടുത്തിട്ടേ വകുപ്പോ വകുപ്പ് അങ്ങനെ സാറ് പകർന്നെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടെ ഇവിടെ ഇങ്ങനെ ചുരുട്ടി മണ്ടകെട്ട് വെച്ച് കൊച്ചു പിള്ളേർക്കൊക്കെ അപ്പം നമുക്ക് എത്തി കൊടുക്കാം. നല്ല ഹെയർ സ്റ്റൈലിസ്റ്റ് ആട്ടോ. ഞങ്ങളുടെ ക്ലാസ്സിലെ എല്ലാവരും ഉച്ച ആകുമ്പോ ചെയ്യും മുടി കഴിച്ചുകൊണ്ട്. അതെനിക്ക് ഓർമ്മയില്ല. അല്ല പക്ഷെ ഇവിടെ നല്ല ഹെയർ സ്റ്റൈലിസ്റ്റ് ആണ്. എല്ലാവരുടെയും മുടി കഴിച്ച് നന്നായിട്ട് കെട്ടിയൊക്കെ കൂടും. 4 മുടി പിന്നാലും മാത്രം. അയ്യോ തിരിഞ്ഞിരുന്നേ ഇങ്ങനെ അതാകുമ്പം എല്ലാവർക്കും കാണിച്ചു ഭ്രാന്തിയായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ നമുക്ക് മുടി ശരി ചടക്കറക്കാം. ചടക്കറുത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയി കെട്ടി കൊടുക്കാം. സൈഡായിരിക്കും നേരെ 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 ഇതാ. അപ്പം ഇങ്ങനൊരു കുറച്ച് ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ചുരുട്ടുകയാണ്. ചുരുട്ടി ഇത് മൊത്തം എടുക്കണം. ഞാൻ കുഞ്ഞി ക്ലിപ്പ് ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഹെയർ സ്റ്റൈലാണ്. ഫുൾ എടുക്കണ്ട, ഇത്ര ഫ്രണ്ട് വശം മാത്രം നമ്മൾ ഇത് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഫ്രണ്ട് പോർഷൻ ഈ 2 പോർഷനും എടുത്ത് ചുരുട്ടിയതിന് ശേഷം നമ്മളൊരു ക്ലിപ്പ് യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി എടുത്തിട്ട് ക്ലിപ്പ് ഇല്ലേ നമ്മുടെ ഇവിടുന്ന് മാത്രം കുറച്ച് കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് ഇത് നമ്മള് ചുരുട്ടണം. ചുരുട്ടി 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 എൻ്റെ അല്ല അത് എടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വേറൊരു അല്ലേ വേണ്ട, ഈ ഹെയർ സ്റ്റൈൽ വേണ്ട, നമുക്ക് ഇതിൻ്റെ കൂടെ ചേരുന്ന ഒരു മാലയൊക്കെ ഇട്ട് എടുത്തിട്ട് സെറ്റാക്കാം. ഇതിങ്ങനെ നമ്മുടെ ഡാൻസ് പറയുന്ന വരുന്നതായിരിക്കും ഗൈസ്. ഇങ്ങനെ എടുത്തിട്ട് ഇപ്പൊ നമ്മൾ ക്ലാസിക്കൽ എടുക്കും. വൈകിട്ട് നമ്മുടെ നമ്മള് പിന്നെ ഒരു ഇത് കണ്ണുക്കൾ പൊത്തി പാട്ട് പാടിയിടാം. ആ പാട്ടിന് നമ്മള് ഡാൻസ് ആ പാട്ട് നിങ്ങൾ പാടിയിടാം. നമ്മള് ഡാൻസ് കളിക്കാം. എന്താ ഞങ്ങള് ഡാൻസ് എടുക്കാം, പാട്ടെടുക്കാം, മറ്റെടുക്കാം. പക്ഷെ ഞങ്ങളെ കുറിച്ച് കഴിയുമ്പം ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകണ്ടേ. ശിവാനിയുടെ വീട് കാണിക്കാൻ പറ്റി. ശിവാനി തിരുവാതിരിക്കുവാണോ? ശിവാനി തിരുവാതിരിക്കുവാണോ? തിരുവാതിര ഉണ്ട്. ഇപ്പം തിരുവാതിരയിലേക്ക് പോകാം. ശിവാനിയോട് പറഞ്ഞു ഞാൻ വരുന്ന കാര്യം. ആന്റി പോകുന്നേ കൊല്ലുന്നേ ചുമ്മാതാണ് ഗൈസ്. അപ്പൊ നീ അതിങ്ങനെ ചെയ്ത് കൊടുത്തു. അടിപൊളി അടിപൊളി ഹെർസിലായിരുന്നു എനിക്ക് തോന്നുന്നു. മിനി ക്ലിപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരെണ്ണം കൂടി തവണേ ഒരെണ്ണം കൂടി വെച്ച് ചെയ്യാണ്. പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ഇതങ്ങ് അഴിക്കും. ബ്രഷ് ഇനി നമ്മൾ തിരിഞ്ഞിരിക്കുകയാണ്. ഈ സെയിം ഹെയർ സ്റ്റൈൽ തന്നെ ഇപ്പുറത്ത് നമ്മൾ ചെയ്യും. അല്ലാണ്ട് വേറെ വല്ലതും ചെയ്യാൻ പറ്റുമോ? നമ്മൾ അങ്ങനെ ചെയ്യാണ്. തിരിഞ്ഞിരിക്കും. മനസ്സിലായില്ലേ? ഒന്നും കൂടി കാണിച്ചു തരാൻ പറ്റും. ഇത് താജ്മഹലിന്റെ തലപ്പണിയാന്ന് വിചാരിക്കണ്ട.
Guys, ഈ വീഡിയോ ക്ലിപ്പ് കട്ട് ചെയ്യും നമ്മൾ. എന്നിട്ട് ഞാൻ ഇവളെ റെഡി ആക്കുന്നതിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് ഇവളെ ഫേസ് വാഷ് ചെയ്ത് അത് അല്ല അത് ലഞ്ച് കഴിഞ്ഞിട്ടോ അപ്പത്തേക്കും അത് ഫേസ് വാഷ് ചെയ്യും, ലിപ്പ് വാഷ് ചെയ്യാം. ഓക്കെ, ലിപ്പ് വാഷ് ചെയ്താൽ മാത്രം മതി ലഞ്ച് കഴിഞ്ഞിട്ട്. ഇവിടെ കട്ട് ചെയ്യേ, ഞങ്ങൾക്ക് ലഞ്ചൊക്കെ തിന്നിട്ട് സെറ്റാക്കാം. മുട്ടി നമ്മള് കെട്ടിക്കൊടുക്കുകയാണ് വലിയ ഇതില്. ചാനലാണോ മൃദുല? ആണോ മേരി? മൃദുലയുടെ വീട് എനിക്കറിയാം, പക്ഷെ മേരിയുടെ വീട്, മേരിയുടെ മഹേശ്വരന്റെ വീട് ഇവിടെ പറയാം. മേരിയുടെ മഹേശ്വരന്റെ വീട് എന്ത് പറഞ്ഞ ഒരു അമ്പലം ഉണ്ടടി, അമ്പലത്തിന്റെ അടുത്താ, നമ്മുടെ പ്രയാറ്റൂന്ന് പോകുന്ന വഴിക്ക്. പ്രയാറ്റ് ഒരു കടയില്ലേ, ഇലക്ട്രിസിറ്റി ഓഫീസില്ലേ? ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തു, അത് കഴിഞ്ഞ് തിരിഞ്ഞ് ഇപ്പറയുന്ന ഇതൊന്ന് പിടിച്ചേ. ഇതാ ഇവിടത്തെയും അപ്പുറത്തെയും കൂടി നമുക്ക് ഒരുമിച്ച് വെച്ച് കെട്ടി കൊടുക്കാം. ക്ലിപ്പ് ഊരികയാണ്, ഊരി എവിടെ വരെ എത്തുന്നില്ല. പിന്നെ ഇതാ ഈ ഒരു ക്ലിപ്പ് ഉണ്ട് ഇവിടെ, നമുക്കിങ്ങനെ കുത്തി കൊടുക്കാം. അപ്പം ഇതാ പിന്നെ മുറുക്കി പിടി കുത്താമോ? അല്ല വേണ്ട, ആ ക്ലിപ്പ് വേണ്ട. ഇതാ ഈ ഒരു ഫ്ലവറിന്റെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ക്ലിപ്പ് വെച്ചാൽ അല്ല മറ്റേ ബ്ലൂ 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 അല്ലേ അവള് പറഞ്ഞു. ഈ ഒരു ക്ലിപ്പ് എടുത്ത് നമുക്ക് കുത്തി കൊടുക്കാം. തിരി ഞാൻ കുത്താം കുത്തുമ്പയാണ്. ഇനി നമ്മൾ മുടിയൊന്ന് സെറ്റാക്കി കൊടുക്കണം. അപ്പം അതിനുള്ളിൽ അവൾ കണ്ണാടി നോക്കാൻ പോയിട്ടുണ്ട്. പെട്ടെന്ന് വാ. ഇപ്പൊ നാട്യത്തിന് പോന്ന ഏത് നാട്യം? പിന്നെ നാട്യത്തിന് അയ്യോ വേണ്ട, ടീച്ചറിന്റെ കൂടെ ചേർത്തില്ലടി, വേണ്ട. തെറ്റി. അപ്പം നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ ഇതൊന്ന് തുടയ്ക്കണം, കൊള്ളാതെ ബോറായി മൊത്തത്തിൽ. ഞാൻ ബ്ലെൻഡറൊക്കെ വെച്ചാണ് തുടയ്ക്കുന്നത്. ഇത് ലിപ്സ്റ്റിക് വൈപ്പറാണ് വെച്ച് എല്ലാം വൈപ്പ് ചെയ്യുന്ന ഒരു എന്റെ കയ്യെ ഫേസിൽ ഇതാ ഈ സെറ്റിംഗ് സ്പ്രേ അടിച്ചില്ല, മേക്കപ്പ് എല്ലാം ഇളകി വരുന്നുണ്ട്. ഇതാ കൈ പറ്റില്ല. അപ്പം ലിപ്സ്റ്റിക്ക് നല്ലോണം ഇട്ട് കൊടുക്കണം. ഇതെനിക്ക് വരയ്ക്കുന്ന ഇഷ്ടമുള്ള കാര്യം എല്ലാവരും അതാ ഇതിഷ്ടമാണോ? മാൽ ബ്യൂട്ടിയുടെ അതാ മാൽ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണിത്. താണ്ടേ മാൽ ബ്യൂട്ടി ഒരു അടിപൊളി ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. റെഡ് കളറാണ് എനിക്ക് ഇടുമ്പോൾ അല്ലേ, എനിക്ക് റെഡ് ഷെയ്ഡാണ് ഇടുമ്പോൾ. അപ്പം നമുക്ക് ഇങ്ങനെ ഇത് ഓറഞ്ചാണ്. ഓരോരുത്തരുടെ സ്കിൻ ടോൺ അനുസരിച്ച് മാറും. അത് കഴിഞ്ഞ് ഗൈസ് ഈ ലിപ്സ്റ്റിക്ക് ഞാൻ പിന്നീട് ഇടാം ഗൈസ്. ഇപ്പൊ 2 ലിപ്സ്റ്റിക് കൂടി ഇടുവാണെങ്കിൽ ഛർദി. മിക്സ് ആക്കിയപ്പോ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്തു. ജസ്റ്റ് ഒന്ന് കിട്ടിയതേ ഉള്ളേ. അത് കഴിഞ്ഞ് ലിപ് ഗ്ലോസ് ഇട്ടില്ലേ? ലിപ് ഗ്ലോസ് ഇടണ്ടടി. ഒരു നോക്കാം നമുക്ക് ലിപ് ഗ്ലോസ് ഇട്ടിട്ട്. ഭയങ്കര ഇഷ്ടമായി ലിപ് ഗ്ലോസ് ഇട്ടിട്ട്. ഗ്ലോസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു കുത്തും കൂടി, ഒരു കുത്ത്. ഗൈസ് ഇതൊരു ലോങ് 1/2 മണിക്കൂറത്തെ മേക്കപ്പാണ് ഗൈസ്. 1/2 മണിക്കൂറത്തെ. 1/2 മണിക്കൂർ ആയില്ല. അപ്പം നമ്മൾ നിർത്തുന്നു. ഗുഡ് ബൈ, ടാറ്റാ, see you, bye bye.